അടുത്ത വർഷം 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന അല്ലെങ്കിൽ യു പിയിൽ നിന്നും ഹൈസ്കൂൾ എന്ന് പറയുന്ന വലിയൊരു മാറ്റത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ 7ാം ക്ലാസ് തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 6ാം ക്ലാസ് ഒക്കെ എന്റെ കയ്യിൽ പോയി, 7ാം ക്ലാസ് എനിക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, എനിക്ക് ആദ്യം മുതലേ ഉഷാറായിട്ട് കുറച്ച് പഠിക്കണം, എനിക്ക് സ്കൂളിൽ നിന്ന് എടുക്കുന്ന അതുപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ 90% ഓഫ് കുട്ടികളുടെയും അവസ്ഥ എന്ന് പറയുന്നത് 7ാം ക്ലാസ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ എവിടെയോ നിങ്ങൾ കലാമേള, കായികമേള, അത് ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും 8ാം ക്ലാസ് ഇങ്ങനെ ആക്കരുത്, 8ാം ക്ലാസ് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണം. ബിക്കോസ് യു പിയിൽ നിന്നും ഹൈസ്കൂളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പുതിയ സബ്ജക്ട് നിങ്ങൾക്ക് വരും. ബേസിക് സയൻസ് മാറിയിട്ട് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ വരും. എന്തായാലും ഞാൻ ഉറപ്പ് തരാണ്, നമ്മുടെ യു പിനെ പോലെയല്ല, 7ാം ക്ലാസ്സിനെ പോലെയല്ല, കുറച്ചധികം എന്തായാലും 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ കുറച്ച് കൂടുതൽ എഫോർട്ട് തന്നെ നിങ്ങൾ എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞു ആഗ്രഹമുണ്ട്, ആദ്യം മുതലേ ഞാൻ പഠിച്ചു തുടങ്ങണം, എനിക്ക് ആദ്യം മുതലേ ഞങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ ആദ്യം മുതലേ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റണം, എനിക്ക് ഇനിയെങ്കിലും വീട്ടിൽ തിരികെ മാർക്കില്ലാതെ 10ൽ 5, 10ൽ 2 മാർക്ക് അല്ലെങ്കിൽ 30ൽ 10 മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ മാർക്കും കൊണ്ട് എന്റെ വീട്ടിൽ എന്റെ ആൻസർ ഷീറ്റ് കാണിക്കേണ്ട, ഇനിയെങ്കിലും എനിക്ക് നല്ല മാർക്കും കൊണ്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ഉപ്പ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കണം എന്ന് ഒരാഗ്രഹം ഉള്ളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ എജ്യൂപോർട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല മിസ്സേ എജ്യൂപോർട്ടിന്റെ കൂടെ എപ്പോഴേ പഠിച്ചു തുടങ്ങാന്ന് പറയുമ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ 7 മണിക്കൂർ ഒക്കെ പഠിക്കേ, അതും വെക്കേഷനിൽ? അതൊന്നും വേണ്ട കേട്ടോ. നിങ്ങള് ഒരു ദിവസം ഒരു 1.25 മണിക്കൂർ 1.25 മണിക്കൂർ ഞങ്ങൾക്ക് തരാൻ റെഡി ആണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാനടാ, അടുത്ത 8ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അടിപൊളി ഇയർ ആയിരിക്കും. നിങ്ങൾ എഴുതുന്ന ഓരോ എക്സാംസും, നിങ്ങൾ എഴുതാൻ പോകുന്ന ഓരോ എക്സാംസും നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. നിങ്ങൾ എഴുതാൻ പോകുന്ന ഓരോ എക്സാംസും ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഓരോ ആൻസർ ഷീറ്റും ഫുൾ മാർക്കിൻ്റെതായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? തുടക്കം മുതൽ 1.25 മണിക്കൂർ, ഒരു മണിക്കൂർ 1.25 മണിക്കൂർ നമുക്ക് വേണ്ടി നിങ്ങൾ തരണം. അത്രമാത്രം ചെയ്താൽ മതി. ഞങ്ങൾ വിളിച്ചു ചോദിക്കും, പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഇതൊക്കെ മിസ് പറഞ്ഞുതരാം, എങ്ങനെയാണ് എന്താണ് ബാച്ച് ഒക്കെ മിസ് പറഞ്ഞുതരും. ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടാൽ മതി. ബാക്കിയൊക്കെ മിസ് ഗ്യാരണ്ടി തരാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ഫീച്ചേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ മിസ്സിനെ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, എന്നോട് പറയാവുന്നതാണ്. എനിക്ക് ഇത് കിട്ടിയില്ല നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തോളും. അത്രയും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇതുപോലെ ഒരു 1.25 മണിക്കൂർ 1 മണിക്കൂർ തരാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ബാക്കി ഞങ്ങൾ സെറ്റാക്കും, ഞങ്ങൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങി തരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡന്റോട് കൂടി പറയാൻ പറ്റുന്നത്. ബിക്കോസ് അത്രയും അടിപൊളി കേരളാസ് ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇനി എന്താണ് നമ്മളുടെ ആപ്പ് എജ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ച് എന്നുള്ളത്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിന്റെ സൂപ്പർ ബാച്ച് എന്താണ് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 6-നാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എന്തിനാണെന്നറിയാം? നമ്മൾ കുറച്ച് 7ാം ക്ലാസ്സിലൊക്കെ കൈവിട്ട് പോയിട്ടില്ലേ, ആ കൈവിട്ട സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നേരത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബേസിക്സ് സെറ്റ് ആക്കിയിട്ട് മെല്ലെ റൂട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ ആക്കിയിട്ടാണ് എജ്യൂപോർട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ വേറെ, പഠിക്കാത്ത കുട്ടികൾ വേറെ, ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒരേ ലെവലിൽ എത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങുക. സോ നമ്മൾ അതേ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ട്, ബേസിക്സ് ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് തന്നിട്ട് എന്നിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ആൻഡ് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ ലൈവ് ക്ലാസ്സുകളുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളും കാണാം, അതുപോലെ ലൈവ് ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനോട് സംശയം ചോദിച്ച, ടീച്ചേഴ്സിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും കാണാൻ പറ്റുന്നതാണ്. ഓൾസോ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടാണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുന്നത്. നമ്മൾ ഒരു ചാപ്റ്റർ വെറുതെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു 2 മണിക്കൂർ 4 മണിക്കൂറിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യല്ല റെക്കോർഡഡ് ക്ലാസ്സിലൂടെ. ഞങ്ങൾ ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചാപ്റ്ററിനെ കുറച്ച് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങൾ കാണല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററിൽ തന്നെ കുറെ ഹെഡിങ്സ് ഉണ്ടാവും, സബ് ഹെഡിങ്സ്. ആ സബ് ഹെഡിങ്സ് ആണ് ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ടോപ്പിക്കിന്റെയും താഴെ കുറെ സബ് ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ 10 മിനിറ്റ് 20 മിനിറ്റിന്റെ കുഞ്ഞു ക്ലാസ്സുകൾ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോ ഈ കുഞ്ഞു വീഡിയോസ് കണ്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ എന്തുണ്ടാവും? 1 ഷോട്ട് ഉണ്ടാവും. ഈ ചാപ്റ്റർ മൊത്തത്തിൽ 1 ഷോട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞുതരും. അതുപോലെ തന്നെ സമ്മറി ഉണ്ടാവും, ഇതൊന്ന് ചുരുക്കി പറഞ്ഞുതരും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി വെക്കല്ലേ, അതുപോലെ സമ്മറി ആയിട്ട് നമ്മൾ പറഞ്ഞുതരും. അതുപോലെ തന്നെ ലെറ്റസസ് ഉണ്ടാവും, അവസാനം തുടർ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അതും നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്യും. ഓൾസോ അഡീഷണൽ പ്രോബ്ലംസും PYQs ഉണ്ടാവും. ആൻഡ് 2 സെറ്റ് എക്സാംസും തരും. ഡിസ്ക്രിപ്റ്റീവും MCQ എന്ന് പറഞ്ഞ 2 സെറ്റ് എക്സാംസും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ഞങ്ങൾ എഴുതിക്കും. ഇതോട് കൂടിയിട്ട് ഓരോ ചാപ്റ്ററും സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോവാണ്. ഓൾസോ നമുക്ക് നോട്ട്സും ഉണ്ടാവും കേട്ടോ.
ഒരു നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈവിൽ ടീച്ചേഴ്സ് എഴുതുന്ന നോട്ടില്ലേ, ആ എഴുതിയ നോട്ട് ഒരു നോട്ടായിട്ട് നിങ്ങൾക്ക് തരും. രണ്ടാമത്തെ നോട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിന്റെയും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി തരും. നിങ്ങൾ അതും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 2 സെറ്റ് ഓഫ് നോട്ട്സ് ഉണ്ടാവും. ഓൾസോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഓരോ വീഡിയോയും കണ്ടു കഴിയുമ്പോൾ അതിന്റെ താഴെ നമുക്ക് ക്വിസ് ഉണ്ട്. അതായത് നമ്മൾ ഓരോ വീഡിയോന്റെ താഴെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ, കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഓക്കെയാണ്, ഈ വീഡിയോ കണ്ടത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ടോപ്പിക് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ താഴെ എന്തെന്ന് അറിയോ, അഡീഷണൽ ക്വസ്റ്റ്യൻസ്, നമുക്ക് അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യും, അത് കുറച്ച് ടഫ് ആയിട്ടുള്ളതായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, അത് നിങ്ങൾ തെറ്റിപ്പോയാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. അത് നിങ്ങൾ തെറ്റിപ്പോയാൽ അടുത്ത കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ലെവൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. ഈ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ പുറമെ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വേറെയും ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യന്റെ ഒരു കലഹം തന്നെയാണ് നമ്മളുടെ ആപ്പിൽ. ഓൾസോ നമുക്ക് ക്വസ്റ്റ്യൻ ലൈബ്രറി ഉണ്ട്. നിങ്ങൾക്ക് വെറുതെ നമ്മളിപ്പോ ഗൈഡുകളൊക്കെ വാങ്ങിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യല്ലേ, ഗൈഡിന്റെ ഒന്നും ആവശ്യം ഇനിയില്ല. നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ആപ്പിൽ തന്നെ ക്വസ്റ്റ്യൻ ലൈബ്രറി ഉണ്ടാവും. സോ അതിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾസോ മോഡൽ എക്സാം, അതായത് നമുക്കിപ്പോ ഇനി ഓൺ എക്സാം വരും, ക്രിസ്മസ് എക്സാം വരും, അതുപോലെ ഫൈനൽ എക്സാം വരും. ഈ എക്സാംസിന്റെ ഒക്കെ തൊട്ട് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും, എഡ്യൂപോർട്ടിൽ ഒരു മോഡൽ എക്സാം നടത്തും. നിങ്ങൾ എക്സാം എങ്ങനെയാണോ, നിങ്ങളുടെ പാറ്റേൺസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മാറിയ പാറ്റേൺസിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു മോഡൽ എക്സാം നടത്തിയിട്ടായിരിക്കും നിങ്ങളെ ശരിക്കുള്ള എക്സാമിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് സെറ്റ് ആക്കിയിട്ടേ നിങ്ങളുടെ സ്കൂളത്തെ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നുള്ളൂ. അത്രയും അടിപൊളിയായിട്ടാണ് നമ്മുടെ ബാച്ചിലെ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഓൾസോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പം മിസ്റ്റർ മാത്സിന്റെ ബേസിക്സ് അറിയില്ല, ഹിന്ദി എവിടെയൊക്കെ വായിക്കാനും എഴുതാനും അറിയാത്തതുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിൽ ബേസിക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എത്രത്തോളം നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു അത്രയും നമ്മുടെ ബേസിക് ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബേസിക് ക്ലാസ്സുകൾ ഉണ്ട്. ഓൾസോ നമ്മുടെ ഡയറക്റ്റ് വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ടീച്ചേഴ്സിന്റെ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്ത് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്റെ നമ്പർ കിട്ടും. എന്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, മിസ് ഈ ഭാഗം മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരും. സോ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനും എന്തിനു വേണ്ടിയിട്ടും നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, ലൈവിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ തരുന്നത്. പക്ഷെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ വേണം എന്നുള്ളതാണെങ്കിൽ ഞങ്ങളുടെ അഡാപ്റ്റ് AI ഉണ്ട്. അതായത് ഒരു AI ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് ആപ്പിൽ. അപ്പൊ ആ AIനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതും പറഞ്ഞു തരും കേട്ടോ. ഓൾസോ നമ്മുടെ മെന്റർഷിപ്പ് ആണ് ഞങ്ങളുടെ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂപോർട്ടിന് മുന്നേ ഈ 7th പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് മെന്റേഴ്സ്. എന്തിനാണെന്നറിയാം, ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ലേ 7ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു, എവിടെയോ എന്റെ കയ്യിൽ നിന്ന് പോയിന്ന്. ആ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് മെന്റേഴ്സ് നിങ്ങളെ വിളിക്കും, ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പഠിച്ചിട്ടില്ലേ, ഇതാക്കിയോ ഇതയ്ക്കോ, എന്തിനും ഏതിനുമുള്ള മെന്റേഴ്സ് നമുക്കുണ്ട്. സോ എപ്പോഴും നിങ്ങൾക്ക് വിളിക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനും ഒക്കെ നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്. മെന്റേഴ്സ് അങ്ങോട്ട് വിളിച്ച് നിങ്ങളോട് ചോദിക്കും എന്താ പ്രശ്നം, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെന്റേഴ്സും ഉണ്ട്. മെന്റേഴ്സ് ആണ് കേട്ടോ ഈ ഒരു എഡ്യൂപോർട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏത് കുട്ടികളോട് ചോദിച്ചാലും അറിയാം അവര് എത്രത്തോളം നമ്മുടെ എഡ്യൂപോർട്ട് ഫോളോ ചെയ്തു പോകുന്നുണ്ടോ, എത്രത്തോളം അവർ പഠിച്ച അടിപൊളി മാർക്ക് വാങ്ങിയോ, അതിൽ വലിയൊരു പങ്കാണ് മെന്റേഴ്സിന്. നമ്മളെ ബാക്കിൽ നിന്ന് ഇനി പുഷ് ചെയ്യാൻ നിങ്ങളുടെ പാരന്റ്സിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ മെന്റേഴ്സ് ആണ്. സോ അതിനെ കുറിച്ച് പേടിക്കേണ്ട. ഇനിയിപ്പം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ഷെഡ്യൂൾ തരും, നമ്മൾ ഏതൊക്കെ വീഡിയോസ് ഈ ദിവസം കാണണം, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും. മെന്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഫോളോ അപ്പ് മെന്റേഴ്സ് നിങ്ങൾ ചെയ്യും. സോ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ജോയിൻ ചെയ്താൽ ബാക്കി നിങ്ങളുടെ പാത്ത് ക്ലിയർ ആക്കുന്നത് ഞങ്ങളേക്കും. അല്ലാതെ ഞങ്ങൾ വെറുതെ കുറെ വീഡിയോസ് അത് അവിടെ ഉണ്ട് ഇത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോവല്ല ചെയ്യുന്നത്. ഞങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ഓറിയന്റേഷൻ തന്നിട്ട് ആദ്യം ആപ്പ് എന്താണെന്ന് പഠിപ്പിച്ചു തരും. പിന്നെ ഓരോ വീഡിയോസ് ആയിട്ട് ഈ വീഡിയോ ആണ് ഇന്ന് കണ്ടത്, ഈ വീഡിയോ ആണ് ഇന്ന് കണ്ടത്, നിങ്ങൾക്ക് കറക്റ്റ് ഡെയിലി ടാസ്കുകൾ നമ്മൾ തരും. ആ ഡെയിലി ടാസ്ക് നോക്കി മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു ഗെയിമിന്റെ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും കേട്ടോ. ഗെയിം പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഓരോ ഡെയിലി ടാസ്കുകൾ, നിങ്ങൾ ടാസ്ക് തന്നാൽ ചെയ്യാൻ ഇഷ്ടമല്ലേ, അപ്പൊ ടാസ്കുകളൊക്കെ ഡെയിലി ടാസ്കുകൾ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ വെൽക്കം ടു ക്ലാസ് 8 സൂപ്പർ ബാച്ച്. അടിപൊളിയാക്കുക. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റവും നിങ്ങൾ ഇവിടേക്ക് വന്നാൽ മാത്രം മതി. ഏപ്രിൽ 6-നാണ് ക്ലാസ് തുടങ്ങുന്നത്. പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഏപ്രിൽ 6-ന് മുന്നേ ആയിട്ട് ചേരുക. നമുക്ക് ബേസിക് ഒക്കെ പഠിച്ച് സെറ്റാക്കാം. നമ്മൾ 7ാം ക്ലാസ്സിൽ പറ്റിയ തെറ്റ് ഒരിക്കലും 8ാം ക്ലാസ്സിൽ വരുത്താൻ പാടില്ല. ബിക്കോസ് നമുക്ക് NMMS കൂടെ വരാണ്. NMMS നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ തരും കേട്ടോ. ഓൾസോ നമ്മളുടെ ഈ ഒരു ബാച്ചിന് ഇപ്പം പ്രൈസ് വരുന്നത് 3799 രൂപയാണ്. ഈ ഒരു പ്രൈസിന് നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ 7ാം ക്ലാസ്സിന്റെ ക്ലാസ്സസ് നമ്മൾ ഫ്രീ ആയിട്ട്, 7ാം ക്ലാസ്സിന്റെ ആപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡബിൾ
ഫ്രീ ആണ്. അതായത് നമ്മളുടെ ഈ ഒരു 7ാം ക്ലാസ്സിന്റെ ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 8ാം ക്ലാസ് നിങ്ങൾ കയ്യിലാക്കാൻ പോവാണ് ഈ ഒരു എമൗണ്ടിന്. ഇതെന്ന് പറയുന്ന ഒരു മാസത്തേക്കൊന്നും ഉള്ളതല്ല കേട്ടോ. നിങ്ങൾ കുറേ കുട്ടികൾ ഇത് കഴിയുമ്പോൾ ഇത് നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറേ കുട്ടികളുടെ കമന്റ്സും കുറേ കുട്ടികളുടെ ചോദ്യം ഉണ്ടാകുന്നതാണ്. 1 മാസത്തേക്കാണോ 2 മാസത്തേക്കാണോ ഒന്നും അല്ല കേട്ടോ. ഒരു കൊല്ലം മൊത്തമാണ് നിങ്ങൾ 3799 നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഒരു കൊല്ലം ഏപ്രിൽ മുതൽ നിങ്ങൾ മാർച്ച് എക്സാം എഴുതുന്നവരെ ആ സമയം വരെ ഞങ്ങൾ കൂടെ നിൽക്കാൻ പോകുന്നത് ഈ ഒരു എമൗണ്ടിനാണ്. ഈ ഒരു എമൗണ്ടിന് നമ്മളുടെ 7ാം ക്ലാസ്സിന്റെ ബാച്ചും നിങ്ങൾ ഫ്രീ ആയിട്ട് തരാണ്. സോ വെൽക്കം ടു എജ്യൂപോർട്ട്. ആൻഡ് നമ്മളുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടവർ താഴെ ഉണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടിക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഓൾസോ നമ്മളുടെ ഈ ബാച്ചിനെ കുറിച്ച് എന്റെ കുട്ടികൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ചെറിയൊരു ആഗ്രഹം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കി, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 9207998855 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ബാച്ചിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഓഫർ കിട്ടണം എന്നുള്ളവരാണെങ്കിൽ, ഓഫർ എനിക്ക് ലോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിടാം. നിങ്ങളുടെ പേരും ക്ലാസും നമ്പറും അടിച്ച് രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ ടീം നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ് 8 സൂപ്പർ ഫാസ്റ്റിലേക്ക് വരാം കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമ്മളുടെ ഒന്നെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുക, ഒന്ന് രജിസ്റ്റർ ചെയ്തിടാം. എന്നാൽ മാത്രമേ ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. സോ ബാച്ചിൽ വെച്ച് കാണാം. ക്ലാസ് 8 നമുക്ക് പൊളിക്കാം. അതുവരേക്കും ബൈ.